ഇന്ന് ഞാൻ തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള ഒരു ഷോറൂമിലുള്ളത് OLX ഓട്ടോസ് എന്നാണ് ഇതിന്റെ ഷോറൂമിനെ പറയുന്നത്. അപ്പോൾ OLXന്റെ ഷോറൂം ആകുമ്പോൾ എന്താ ഗുണമെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യയിൽ 200ഓളം ഷോറൂം ഇവർക്ക് അവൈലബിൾ ആണ്. ഇവിടെ നിൽക്കുമ്പോൾ മറ്റ് ഷോറൂമുകളിൽ നിന്നുള്ളതിൻ്റെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വാറണ്ടി, ഇപ്പോൾ കമ്പനി വാറണ്ടി ഇല്ലാണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വാറണ്ടി ഒരു വേറെ നമുക്ക് തരാൻ സന്നദ്ധരാണ്. അപ്പോൾ ആ രീതിയിലാവുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ഒരു ട്രസ്റ്റ് വാല്യൂ OLX ഓട്ടോസിനുണ്ടാവും. ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കാർ ഷോറൂമാണ്. ഇതൊരു പ്രൈവറ്റ് ഏജൻസി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പാർട്ടി നടത്തുന്ന ഷോറൂം അല്ലാത്തതുകൊണ്ട്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോണതേ വളരെ ലോ കിലോമീറ്റർ കാറുകൾ മാത്രം. കാരണം ഈ ഷോറൂമിൽ ഇപ്പോൾ ഒരുപാട് കാറുകൾ കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ ലോ കിലോമീറ്ററിൽ നല്ലോണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന കുറച്ച് കിടിലൻ വണ്ടികൾ. അപ്പോൾ ലോ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 18,000 കിലോമീറ്റർ തൊട്ട് മുകളിലേക്കുള്ള വണ്ടികളുണ്ട്. അതായത് ടോപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 75,000 55,000 ഒക്കെ ആണ് ടോപ്പ് പറഞ്ഞത് ഞാൻ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന കാറുകളിൽ. അപ്പോൾ അതിൽ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ റേഞ്ച് റോവർ ആണ്. ഈ വണ്ടി എന്ന് പറയുന്നത് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന വണ്ടികൾ ഒരുവിധം മോഡലാണ്. 2019 അല്ലെങ്കിൽ അതിന് മേലെയുള്ള വണ്ടികളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകണം. 2023 2.5 കൊല്ലം പഴക്കമുള്ള വണ്ടികൾ പോലും ഈ വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റേഞ്ച് റോവർ ഇത് 34 ലക്ഷം രൂപയാണ് ഈ വണ്ടിയുടെ വില ചോദിക്കണത്. അപ്പോൾ ഈ വണ്ടി 7 സീറ്റർ സ്പോർട്ട് എന്ന് പറഞ്ഞ മോഡലിൽ 7 സീറ്ററിൽ വരുന്ന ഡിസ്കവറി എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 2019 മോഡലായിട്ട് ഈ വണ്ടി. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഷോറൂമിൽ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഈ ഷോറൂമിൽ മൊത്തം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന ബാക്കി വണ്ടികൾ അതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഈ OLX ഓട്ടോസിൻ്റെ ഡയറക്റ്റ് ഏജന്റിന്റെ നമ്പർ അല്ലെങ്കിൽ ഇവരുടെ സ്റ്റാഫിന്റെ നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റും. ഇനി അടുത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് കിയയുടെ സോണറ്റ് ആണ് വരുന്നത്. അടുത്ത നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് ഇത് 6,80,000 രൂപയാണ് ചോദിക്കണേ. ഇതിന്റെ റേറ്റ് 680. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി വരുന്നത്. കിലോമീറ്റർ 48,000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും വണ്ടിയുമ്പോൾ കാണാനില്ല. വണ്ടി പെട്രോളാണ്. കംപ്ലീറ്റ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വണ്ടിക്ക്. അപ്പോൾ ഇതാണ് സോണറ്റ് ഒരെണ്ണം വരുന്നത്. അപ്പോൾ വളരെ ലോ കിലോമീറ്റർ ആണ്. ഇനിയും ഒരുപാട് വണ്ടികൾ നിങ്ങളെ പരിചയപ്പെടുത്താണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ അതിൻ്റെ അപ്പുറത്ത് ഒരു എക്കോ സ്പോർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ നിസാൻ്റെ ഒരെണ്ണം എടുക്കുന്നുണ്ട്. ഇതൊരു എക്സ്ക്രോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഷോറൂമിലുള്ള കിടിലൻ കുറച്ച് വണ്ടികൾ. ഇതിൻ്റെ ബാക്കിൽ ഒരു ജാസ് എടുക്കുന്നുണ്ട്, സ്വിഫ്റ്റ് എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലോ കിലോമീറ്ററിൽ വരുന്ന 2020 ശേഷമുള്ള ഒരു വണ്ടിയാണ് പഞ്ച്. ഈ വണ്ടിക്ക് വെറും 5,80,000 രൂപ ചോദിക്കണല്ലോ. 2022 മോഡൽ പഞ്ചാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 35,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു കിടിലൻ വണ്ടി. അപ്പോൾ ഈ വണ്ടി താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വിളിക്കുക. ഇത് പെട്രോൾ എഞ്ചിനിൽ വരുന്നതാണ്. ഏകദേശം 4.5 ലക്ഷം വണ്ടിക്ക് IDV ഉണ്ട്. അപ്പോൾ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ 5,80,500. ഇനി ഇതിൻ്റെ ബാക്കിലൊരു വാഗണർ എടുക്കുന്നുണ്ട്. അവിടെ ഒരു ടിയാഗോ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു XUV 700 എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും വിളിക്കാം. അപ്പോൾ ഈ വണ്ടിയിൽ നിന്ന് ഡീറ്റെയിൽ പറയാത്ത വേറെ ഒന്നുമില്ല. ഞാൻ കൂടുതലും ഭയങ്കര നല്ലോണം ലോ കിലോമീറ്റർ ഒരു 50,000-നുള്ളിൽ ലോ കിലോമീറ്റർ വണ്ടികളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് എല്ലാ വണ്ടികളുടെയും ഫുൾ ഡീറ്റെയിൽ പറയാത്തത്. ലോ കിലോമീറ്റർ വണ്ടികളുടെയും 2019 ശേഷമുള്ള വണ്ടികളുടെയും ഡീറ്റെയിൽസ് പറയുന്നത്. ഇനി അടുത്തത് സ്വിഫ്റ്റ് 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 50,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. 6,25,000 രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിൽ നാനോ കാറുണ്ട്. ഒരു ഹുണ്ടയുടെ ഐട്ടം എടുക്കുന്നുണ്ട്. ഈ വണ്ടി വരുന്നത് 2015 മോഡൽ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇതിലിടാൻ പറ്റിയ വണ്ടിയാണ്. ഈ വണ്ടി 2021 മോഡൽ പെട്രോൾ എഞ്ചിനിൽ വരുന്ന സാൻഡ്രോ ആണ്. വൈറ്റ് കളർ വണ്ടി നല്ല കണ്ടീഷനിൽ എടുക്കുന്നതാണ്. ഈ വണ്ടിയും സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ ആണ് അട്രാക്ഷൻ. 27,000 കിലോമീറ്റർ മാത്രം. അപ്പോൾ നിങ്ങളൊരു ചെറുവണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഫാമിലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കൊണ്ടുനടക്കാവുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വില ചോദിക്കുന്നത് 3.5 ലക്ഷം രൂപയാണ് ആകോട് ചോദിക്കണല്ലോ. 3.5 ലക്ഷത്തിന് ഒരു കിടിലൻ സാൻഡ്രോ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഈ സൈഡിൽ ഒരു ലോ ബഡ്ജറ്റ് വണ്ടി 2011 ഐട്ടം എടുക്കുന്നുണ്ട്. ഒരു ആസ്പയർ ഫോർഡ് ആസ്പയർ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പിന്നിൽ നമുക്ക് ഡാറ്റ്സൺ ഗോ പിന്നെ ഇയോൺ എടുക്കുന്നുണ്ട്, നാനോ കാർ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇയോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലോ ബഡ്ജറ്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടികൾ മാത്രമായിട്ടാണ് ഞാൻ ഫുൾ ഡീറ്റെയിൽ പറയണേ. ബാക്കിയുള്ള ചെറു വണ്ടികളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ വണ്ടികളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ, അതായത് നമ്മുടെ OLX ഓട്ടോസിൻ്റെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരെ നേരിട്ട് വിളിച്ചിട്ട് ഫുൾ എക്സാക്ട് ഡീറ്റെയിൽ നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ സ്വിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2021 സാൻഡ്രോയുടെ കാര്യം ഞാൻ പറഞ്ഞ 27,000 കിലോമീറ്റർ മാത്രം ഓടിയത്. ഇനി സ്വിഫ്റ്റ് പറഞ്ഞുള്ളത് 2020. ആ 2020 സ്വിഫ്റ്റ് ഇതാണ് 2020 സ്വിഫ്റ്റ് ഒരെണ്ണം കിടക്കണം. ഈ വണ്ടി റേറ്റ് ചോദിക്കുന്നത് 2020 4,70,000 സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കണ വെറും 68,000 കിലോമീറ്റർ മാത്രം ഓടിയ അടിപൊളി ഒരു വണ്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക. അപ്പം ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയുടെ പ്രത്യേകത മനസ്സിലായില്ലേ,
വളരെ ലോ കിലോമീറ്റേഴ്സ് കാറുകളാണ്. കാരണം ഈ വണ്ടിയുടെ കിലോമീറ്ററും ഞാൻ പറഞ്ഞു 68,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിലതേ ഒരു ട്രൈബർ എടുക്കുന്നുണ്ട്. ഈ വണ്ടിയും നമ്മുടെ വീഡിയോയ്ക്ക് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞുതരാൻ പറ്റുന്ന വണ്ടിയാണ്. 2021 മോഡൽ 5.4 ലക്ഷം രൂപ ചോദിക്കുന്ന വണ്ടിയാണ്. 18,000 കിലോമീറ്റർ മാത്രമുള്ള സിംഗിൾ ഓണർ. അപ്പോൾ ഈ വണ്ടിയാണ് മൊത്തം ഞാനിന്ന് കാണിക്കുന്ന വീഡിയോയിൽ ഏറ്റവും ലോ കിലോമീറ്ററിൽ വരുന്ന വണ്ടി. അതും ട്രൈബർ റെനോൾട്ടിൻ്റെ വെറും 18,000 കിലോമീറ്റർ മാത്രം ജെനുവിൻ സർവീസും കാര്യങ്ങളുള്ള വണ്ടി, സിംഗിൾ ഓണർഷിപ്പിൽ. അപ്പോൾ ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക, സുഖമായിട്ട് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് മേടിക്കുന്ന പോലെ മേടിക്കുകയും ചെയ്യാം. ഇനി ട്രൈബർ കഴിഞ്ഞാൽ ഒരു XUV 300 എടുക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ വില 7 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റിലാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇത് വേറെ മേജർ റീപ്ലേസ്മെൻറ്റ് ഇല്ല, സൺറൂഫ് ഉണ്ട്, ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഈ സാധനം. ഇനി ലാസ്റ്റ് നമ്മുടെ ഒരു നെക്സൺ 2023 മോഡൽ 6.4 ലക്ഷം രൂപ ചോദിക്കുന്നു. സോറി, നേരത്തെ ഞാൻ നിങ്ങൾക്ക് ട്രൈബറാണ് ഏറ്റവും ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞെങ്കിൽ അതിനേക്കാൾ ലോ കിലോമീറ്റർ ഉള്ളൊരു വണ്ടിയാണ് ഇത്. വെറും 15,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി, അതും വാറണ്ടിയിലാണ് വണ്ടി നിൽക്കണം. ഇനി ഈ വണ്ടിയുടെ കുറച്ച് സ്പെസിഫിക്കേഷൻ ഈ വണ്ടിക്ക് ഞാൻ കാണിച്ചു തരാം. ഒന്ന്, ഈ വണ്ടിക്ക് 360 ക്യാമറ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ഒരു വണ്ടിക്ക് ഒരു 360 ക്യാമറയോട് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല ലാഭമല്ലേ വണ്ടി. ഇനി ഇൻറ്റീരിയർ നോക്കി നിങ്ങൾ, സീറ്റാണ് കാണേണ്ടത്. ഇൻറ്റീരിയർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റ് കവർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോധം പോകും. കാരണം അത്രയും ലക്ഷറിയസ് ആയിട്ടാണ് ഇതിൻ്റെ സീറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് 2023 മോഡലാണ്. അപ്പോൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില വർക്കുകൾ ഇതുമ്പോൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. 6,25,000 രൂപയാണ് ഈ വണ്ടിയുടെ റേറ്റ് ചോദിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 15,000 കിലോമീറ്റർ. ഏറ്റവും വലിയ അട്രാക്ഷൻ കൂടി പറയാം, അണ്ടർ വാറണ്ടി ആണ് വണ്ടി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. സോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം വിളിക്കുക. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് OLX ഓട്ടോസ്. ഇനി ഇത് എനിക്ക് വേണം ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടി ഇവിടെ എടുക്കണം. പക്ഷേ വണ്ടി നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് എടുക്കണം കേട്ടോ. ഒരു 800 നല്ല രസമുണ്ട് ആ വണ്ടിയുടെ പെയിൻറ്റിംഗ് ഒക്കെ കാണാനായിട്ട്. ഇവിടെ കമ്പനി പെയിൻറ്റിങ്ങിൽ പോളിഷൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി, ബെസ്റ്റ് ബോഡി ഷേപ്പുള്ള വണ്ടി. എടുത്തിട്ട് ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. പിന്നെ i20 ഉണ്ട്, മൈക്ര ഉണ്ട്, അമേസ് ഉണ്ട്, എട്ടിയോസ് ഉണ്ട്, ഇക്കോ ഉണ്ട്, പിന്നെ പോളോ, വോൾക്സ്വാഗൻ പോളോ ഉണ്ട്, ഐട്ടൺ ഉണ്ട്, പിന്നെ പുണ്ടോ, ഭാരത് പുണ്ടോ അല്ല, പുണ്ടോടെ തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന അഡ്വഞ്ചർ എന്ന് പറഞ്ഞ മോഡലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോറൂമിൽ കിടക്കുന്ന കുറേ വണ്ടികൾ എന്ന് പറയുന്നത്. ക്രെറ്റ ഉണ്ട്, നെക്സൺ ഉണ്ട്, പിന്നെ മൈക്ര ഞാൻ പറഞ്ഞു, പിന്നെ ഉള്ളത്, പിന്നെ XUV ഉണ്ട്. അപ്പോൾ ഇത്രയും വണ്ടികളൊക്കെയാണ് നമ്മുടെ ഷോറൂമിൽ കിടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം വിളിക്കുക. തൃശ്ശൂർ പൂങ്കുന്നം എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ വണ്ടികൾ ലൊക്കേറ്റ് ചെയ്യണം, ഷോറൂം ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ നേരിട്ട് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ അറിയാം. സോ അടുത്തൊരു ഷോറൂമിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.